ഹിജാബ് വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം മതപ്രീണനത്തിനെന്ന് ABVP. വിദ്യാഭ്യാസത്തിൽ മതം കാണുന്ന മതമൗലിക സംഘടനകളെ സർക്കാർ നിലയ്ക്ക് നിർത്തണം. മത തീവ്രവാദികളുടെ ഭീഷണിയിൽ സ്കൂൾ അടച്ചിടേണ്ടി വന്നത് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുവിരലെന്നും ABVP ആരോപിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം സ്കൂൾ അധികാരികൾ തന്നെ അറിയിച്ചിരുന്നതാണ്. കാരണം ഈ പെൺകുട്ടിയുടെ പിതാവ് ഈ സ്കൂൾ റൂളുകൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതാണല്ലോ. ആ സമയത്തൊന്നും ഇല്ലാതെ വീണ്ടും എന്തിനാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി വരുന്നത് എന്നാണ് ABVP ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ രീതിയിൽ അവസാനിച്ചൊരു വിഷയം സ്കൂൾ മാനേജ്മെന്റും വീട്ടുകാരും തമ്മിൽ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്ത ആ ഒരു വിഷയം അവസാനിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഒത്തുതീർപ്പിലേക്ക് ഒരു സമയത്തിന്റെ പാതയിലേക്ക് എത്തിയതിന് പിന്നാലെ മതവികാരമടക്കം ഒരു ചർച്ചയാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വർഗീയത കുത്തിയിളക്കാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതും ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള അവകാശം ഒരുക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതും അത് സ്കൂളിന് ഇന്ന് 11 മണിക്ക് മുൻപ് അതിൽ സ്വീകരിച്ച നടപടിയൊക്കെ കാണിച്ച് റിപ്പോർട്ട് നൽകണമെന്നുള്ള തിട്ടൂരമൊക്കെ പുറത്തിറക്കുന്നതും. പക്ഷേ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നയത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രമ്യതയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ വീണ്ടും അതിൽ മതവികാരം ഒരു ഇളകുന്ന രീതിയിലേക്കൊക്കെയുള്ള ചർച്ചകളിലേക്ക് സംഭവം വഴിതിരിച്ചു വിടാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമം നടത്തിയെന്നടക്കമുള്ള വിമർശനങ്ങൾ വളരെ സജീവമായി ഉയർന്നു വരികയാണ്. അതിൽ ABVP അടക്കമുള്ള സംഘടനകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ABVP പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിന് പിന്നിൽ അത് മതപ്രീണനത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. കേരളത്തിന്റെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ മതം കാണുന്ന എല്ലാ മൗലികവാദ സംഘടനകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ABVP ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഈ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് ABVP പറയുന്നുണ്ട്. അതായത് മതസംഘടനകൾക്ക് വിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ കഴിയുന്നതും മതതീവ്രവാദികളുടെ ഭീഷണിയിൽ ഒരു കേരളത്തിലെ ഒരു സ്കൂൾ അടച്ചിടേണ്ടി വന്നതുമായ സാഹചര്യം അത് കേരളത്തിന്റെ ഭാവി എങ്ങോട്ടാണ് എന്നുള്ളതിനൊരു ചൂണ്ടുപലകയാണ് എന്നുള്ളതാണ് ABVP ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള ഒരു മത വസ്ത്രവും അത് സ്കൂളുകളിൽ യൂണിഫോമിന്റെ ഭാഗമായി പാടില്ല എന്നുള്ളതാണ് ABVP പറയുന്നത്. ABVP പറയുന്നത് പ്രത്യേകിച്ചൊരു കാര്യം, ഒന്ന്, യൂണിഫോം എന്നുള്ളത് ഞാനും നീയും തമ്മിലുള്ള തുല്യതയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിന് തടസ്സമാകുന്ന യാതൊരു തരത്തിലുള്ള മതവസ്ത്രങ്ങളും അത് ഹിജാബ് ആണെങ്കിലും ശരി സ്കൂളുകളിൽ പ്രസക്തിയില്ല എന്നുള്ളത് ABVP ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ മാനേജ്മെന്റ് സ്വീകരിച്ച നിലപാടിനൊപ്പമാണ് ABVP എന്നുള്ള കാര്യവും ABVP ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമായി മതവസ്ത്രം വേണമെന്നുള്ള ഈ ആവശ്യം അത് നേരത്തെ ഉണ്ടായ 2018 കാലത്തേക്കുള്ള കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും ഈ സെന്റ് റിറ്റ സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷം ABVPയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.